ഇതൊരു ഔദ്യോഗിക ചടങ്ങായതുകൊണ്ട് ചില ഔപചാരിക പ്രസംഗങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ 5-നും 7-നും മിനിറ്റിനിടയ്ക്ക് നിർത്തും. അതിന് ഒരു കാരണം ഞാൻ വരാൻ സ്വല്പം വൈകി എന്നുള്ളതുകൊണ്ടാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഈ ചൂട് അതിൽ കൂടുതൽ സഹിക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ലാന്ന് അറിയാമെന്നുള്ളൊരു സമയത്തുള്ളതുകൊണ്ടാണ് ഇവിടെയായി. നിങ്ങൾ എൻജിനീയേഴ്സായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. നമ്മൾ വക്കീലാണെങ്കിൽ അഡ്വക്കേറ്റിനെതിരെ കുത്തിടും, ഡോക്ടറാണെങ്കിൽ ഡോക്ടറിനെതിരെ കുത്തിടും. പണ്ട് കാലത്ത് എൻജിനീയറിന് എഴുതിയിട്ട് ഒരു കുത്തിടുകയാണ് എൻജിനീയർ. അന്ന് എൻജിനീയേഴ്സ് വളരെ അപൂർവമായിരുന്നു. ഇന്ന് എൻജിനീയേഴ്സ് ധാരാളമായതുകൊണ്ട് അങ്ങനെ ആയാലും ഒരു എൻജിനീയറാണെന്ന് വലിയ പ്രൗഡായിട്ട് സമൂഹത്തോട് വിളിച്ചു വരാനായിട്ടൊരു എൻ്റെ ഒരു വൈമനസ്സ്. അതാണ് പരമമായ സത്യം. പക്ഷേ നിങ്ങൾ എൻജിനീയേഴ്സാണോ, നിങ്ങളുടെ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ തിരിച്ചറിവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക വിദ്യയുടെ വക്താക്കളാണ് നിങ്ങൾ. ഈ സാങ്കേതിക വിദ്യയുടെ വക്താക്കളായിരിക്കുമ്പോഴും നിങ്ങളുടെ ആറാം ഇന്ദ്രിയം എവിടെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുപാട് മെഷീൻസ് ഉണ്ടാക്കുന്നു. നിങ്ങൾ ഈ തിരിച്ചറിയിക്കാനായിട്ട് ഇലക്ട്രോണിക് ലൈറ്റ് ഉണ്ടാക്കി. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ അഭിനന്ദിക്കുന്നു. കാരണം അത് നിങ്ങളുടെ ഇന്നോവേറ്റീവ് മൈൻഡാണ്. അപ്പോൾ ഇന്നോവേഷനും എക്സലൻസ് ഈ രണ്ട് വാക്കുകൾ മറക്കരുത്. ഇത് സാങ്കേതിക വിദ്യകളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇറ്റ്സ് എ കോൾ, നിങ്ങളുടെ വലിയൊരു കോളാണ്. ഇന്നോവേറ്റ്, ഓൾവേസ് ഇന്നോവേറ്റ്. ഇങ്ങനെ ഇന്നോവേറ്റീവ് തോന്നുന്നു. അല്ലാത്ത വർഷം കണ്ടുപിടുത്തമായിട്ട് അവസാനിച്ചാണ്. സോ കീപ് ഓൺ ഇന്നോവേറ്റിംഗ്. അങ്ങനെയാണ് നമുക്ക് പുതിയ പുതിയ തലങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ, ഉയരങ്ങളിലേക്ക് പറക്കാനും കഴിയുള്ളൂ. ഉയരങ്ങളിലേക്ക് പറക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ പലരും കൊത്തിയിടും. പക്ഷേ കൊത്തിയിടാൻ നോക്കുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കഴുകനെയാണ്. കഴുകന്റെ പുറത്ത് കാക്ക വരുന്ന കൊത്തിയിടാൻ ഒരുപാട് പരിശ്രമിക്കും. പക്ഷെ ഈ കഴുകൻ തലമുലിക്ക് അല്ലെങ്കിൽ ചിറകടിച്ച് കാക്കയെ താഴ്ത്തിയിടാൻ നോക്കിയിട്ടില്ല. കഴുകൻ എന്താ ചെയ്യുന്നത്? കഴുകൻ തൻ്റെ ഉയരം കൂട്ടും, പറക്കലിന്റെ ഉയരം കൂട്ടും. കാരണം ആ ഉയരം കൂട്ടുമ്പോൾ കഴുകനറിയാം എനിക്ക് ശ്വസിക്കാൻ പറ്റും, കാക്കയ്ക്ക് ശ്വസിക്കാൻ പറ്റില്ല, എൻ്റെ ശബ്ദങ്ങൾ താഴെ പോകും. പ്രിയപ്പെട്ട എഞ്ചിനീയേഴ്സ്, നിങ്ങളുടെ ഇന്നോവേഷനും എക്സലൻസിന്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളെ വലിച്ചു താഴെയിടാനോ ആർക്കും സാധിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾ നിശ്ചയിക്കുന്നതായിരിക്കും. യുവർ ആറ്റിറ്റ്യൂഡ്സ് വിൽ ഡിറ്റർമിൻ യുവർ ആൾട്ടിറ്റ്യൂഡ്. യുവർ ആറ്റിറ്റ്യൂഡ്സ് ഓൺ സക്സസ്, your attitude on excellence, your attitude on innovation will decide your altitude, not the height that the student representative has. I was looking up to him. So that is a physical height, but you have something other, some other height. It's called altitude. അത് സ്കെയിൽ വെച്ച് അടക്കുന്നതല്ല. നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അളപ്പിക്കാൻ തക്കണം. നിങ്ങളുടെ മികവ്, എക്സലൻസ് തെളിയിക്കുകയാണ്. നിങ്ങൾ 3 ബന്ധങ്ങൾ മറക്കരുത്. എൻ്റെ 2ാമത്തെ മിനിറ്റാണ്. 3 ബന്ധങ്ങൾ. ഒന്ന്, നിങ്ങളോട് തന്നെയുള്ള ബന്ധം, നിങ്ങളോട് തന്നെ കണക്ടിവിറ്റി ടൂവേഴ്സ്. നിങ്ങളോട് തന്നെയുള്ള ബന്ധത്തിൽ ഒരേ ഒരു വാചകം ഇംഗ്ലീഷ് ഭാഷയിൽ ഓർത്തിരിക്കുക. യുവർ ഡിസിപ്ലിൻ വിൽ ഡിസൈഡ് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ വിധി നിങ്ങളായിട്ട് നിശ്ചയിക്കുക. സോ വാട്ട് ഈസ് ഡിസിപ്ലിൻ? ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതിനകത്ത് ഓണസ്റ്റി ഉണ്ട്, ഇന്റഗ്രിറ്റി ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, ടൈമിങ്നെസ് ഉണ്ട്, ക്ലെൻലിനെസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുടെ അകത്തൊക്കെയാണ്. ഈ ആകത്തുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കാതെ 4 കാര്യങ്ങളെ കൂടി ശ്രദ്ധിക്കുക. സത്യം, നീതി, കരുണ, സ്നേഹം. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് എവിടെയും തല ഉയർത്തി നിൽക്കാം. അല്ലാത്ത പക്ഷം തല വേറെ വല്ല ഭാരത്താൽ താന്നു പോകും. പക്ഷെ നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള എഞ്ചിനീയറാണെന്ന് കണ്ടാൽ നിങ്ങളെ കൊത്തിക്കൊണ്ടു പോകാൻ ധാരാളം ആളുകളുണ്ടാവും. യു മേക്ക് യുവർസെൽഫ് എൻഡിയറിംഗ് ടു അതേഴ്സ്. നിങ്ങളെ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് എന്ന് അവരെ കൊണ്ട് പറയിക്കുക. ഈ മേരി ഭാഗം എന്ന് പറയുന്ന ഒരു എവറിത്തിങ് ഈസ് ഫിഗർ ഔട്ടബിൾ എന്ന് പറയുന്ന നല്ലൊരു പുസ്തകം ഒരു ലേഡിയുണ്ട്. അവർ പറയുന്നത് കുട്ടികൾ സ്ത്രീകളോട് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം എന്ന് പറയുന്നതാണ്. നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഇൻസബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ് എന്ന് നിങ്ങൾ പണിയെടുക്കുന്ന നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ തെളിയിക്കണം. യു ആർ ഇൻസബ്സ്റ്റിറ്റ്യൂട്ടബിൾ.
ആ ഇൻസബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിസിപ്ലിനെ ആശ്രയിച്ചത്. രണ്ടാമത്തെ യുവർ കണക്ഷൻ വിത്ത് ദ ഫാമിലി. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ പറയുന്നിരിക്കുന്നു, നിങ്ങൾ ഇന്ന് അവരെ അഭിമാന ഉള്ളവരാക്കുകയാണ്. യു ആർ മേക്ക് ദം പ്രൗഡ്. പക്ഷെ ഒരു കോഷൻ, നിങ്ങൾ മുഖാന്തരം അവരുടെ ഒരു തുള്ളി കണ്ണുനീര് വിടാൻ ഇടയായിട്ട്. ഞാനിത് കർശനമായിട്ട് പറയാൻ കാരണം, ഈ മാതാപിതാക്കള് ഒരുപാട് രക്തം വിയർപ്പാക്കിയിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത്. പക്ഷെ ഇനി അവരുടെ വിയർപ്പ് രക്തമാവാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഈ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. മാതാപിതാക്കന്മാര് അവസാനം വേസ്റ്റ് ആയിട്ട് മാറും. അവര് വേസ്റ്റ് ആയിട്ട് നിങ്ങൾ ബെസ്റ്റ് ആക്കാൻ നോക്കിയത് മാത്രമാണ്. When you become the best, don't make them the waste, make them the best still and make them proud. അവര് നിങ്ങൾ മുഖാന്തരം സന്തോഷ കണ്ണുനീർ പൊഴിക്കാൻ ഇടയാണ്. Make them have tears of joy instead of tears of sorrow. Third, the connection with the society. ഈ കണക്ഷൻ ടു ദ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വരെയും തിരിച്ചു കൊടുക്കാൻ കഴിയും. പേ ബാക്ക് ടു ദ സൊസൈറ്റി. കാരണം യു വിൽ നോട്ട് ടു ദ സൊസൈറ്റി. ഒരുപാട് സമൂഹം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എത്താൻ വേണ്ടിയിട്ട്. യു വിൽ നോട്ട് ടു ദ സൊസൈറ്റി. ആൻഡ് ഹൗ യു പേ ബാക്ക്? ഈ പേ ബാക്കിന് ഒരേ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓർത്തിരുന്നാൽ മാത്രമേ അത് തരാൻ മതി. അത് ഡോക്ടർ കലാം എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ടു സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് individual and collective activity, so that the nation constantly rises to higher level of endeavor and achievement. നിങ്ങളുടെ മികവിലൂടെ നിങ്ങൾ രാഷ്ട്രം കെട്ടിപ്പടുക്കുകയാണ്, ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ സമൂഹത്തിന് വിലപ്പെട്ടവരായിട്ട് മാറണം. നിങ്ങൾ സമൂഹത്തിലെ വിലകെട്ടവരായി മാറരുത്. നിങ്ങളുടെ സമൂഹത്തില് വിലപ്പെട്ടവരായിട്ട് മാറണം. നിങ്ങൾ വിലപ്പെട്ടവരായിട്ട് മാറുന്നത് നിങ്ങൾ വിലയുള്ളവരാണ്. നിങ്ങൾ വിലയുള്ളവരാകുന്നത് നിങ്ങൾക്ക് നിലയുണ്ടാകുമ്പോഴാണ്. നിങ്ങളുടെ നില എന്ന് പറയുന്നത് നിങ്ങളുടെ സമൂഹത്തിന് എന്തുമാത്രം വേണ്ടപ്പെട്ടവരാണ് എന്ന് സമൂഹത്തിന് മനസ്സിലാകുമ്പോഴാണ്. സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത് നിങ്ങൾ സമൂഹത്തിന് വേണ്ടപ്പെട്ട് നൽകുമ്പോഴാണ്. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിലുള്ളത്, ബന്ധുക്കാർ, സുഹൃത്തുക്കൾ, അയൽക്കാർ, ചുറ്റുപാടുകൾ, നിങ്ങളുടെ ശുശ്രൂഷയുള്ളത്, നിങ്ങൾ ഇത്രയും ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചതിൻ്റെ പേരിലുള്ള ഒരു ഡിഫറൻസ് കാണാൻ ഇടപെടണം. ആ ഡിഫറൻസ് നിങ്ങളുടെ കരുണയാണ്, നിങ്ങളുടെ ടോളറൻസാണ്, സഹിഷ്ണുതയാണ്, നിങ്ങളുടെ നന്മയാണ്. അതാണ് ലോകം പറഞ്ഞത്, നിങ്ങളുടെ നന്മ. ആ നന്മ കാണാനായിട്ടുള്ള ആ മൂന്നാം കണ്ണ് നിങ്ങൾക്കുണ്ടാവും. അതാണ് ആ ഈശ്വരപ്രാർത്ഥന നന്മയായിട്ടുള്ള കാണുവാൻ. ആ മൂന്നാം കണ്ണാണ് എഞ്ചിനീയേഴ്സിന് ആവശ്യം. ഒരു 6ാം ഇന്ദ്രിയം. ഈ 6ാം ഇന്ദ്രിയത്തിലാണ് നേരത്തെ പറഞ്ഞ കമ്പാഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നന്മയായിട്ട് കാണാനുള്ള 3ാം കണ്ണം. നന്മയായിട്ടുള്ളതിന് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കാൻ തക്കവണ്ണം അവരുടെ നന്മ കാണാൻ ആവശ്യമായിട്ടുള്ള ഒരു 6ാം ഇന്ദ്രിയവും നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളെയും AI-യെയും തമ്മിൽ വേണ്ടിയിരിക്കുന്നത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറഞ്ഞൊക്കെ സാധിക്കും. ടെക്നിക്കലി ഇറ്റ് വിൽ ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് വെരി മച്ച്, ബട്ട് ഇറ്റ് വിൽ നെവർ ഹാവ് an emotional quotient. The absence of the sentimental factors and the absence of emotions and the absence of the sharpness of the human intellect and the humaneness, these are the 4 things that you will not find in artificial intelligence. And that makes you the whole difference from machines. You are not machines, you are human beings. Be a perfect human being and you will be respected by all. There you will make a difference as children of Christ. All the best to you. God bless. Jai Hind. Thank you so